ഏവർക്കും നമസ്കാരം. അമൃതം രാമായണത്തിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ കൗസല്യ മാതാവിനെ ഒന്ന് ചർച്ച ചെയ്തു. ആ സമയത്ത് നമുക്ക് ശകുന്തളയെയും നമുക്ക് മനസ്സിലാക്കാൻ ഇരിക്കുന്നു. കാരണം ഇന്നത്തെ ജീവിത രീതിയിൽ നഷ്ടപ്പെടുന്ന ബാല്യങ്ങളാണുള്ളത്. കാരണം പണ്ടൊക്കെ 6 മണിക്ക് ശേഷം കുട്ടികളെ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അമ്മമാർ ശ്രദ്ധിക്കുന്നു. അവർ കളിസ്ഥലത്തായിരിക്കും, തൊട്ടടുത്തുള്ള കളിക്കുന്ന സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ തൊട്ട അമ്പലത്തിൽ മണിയടിക്കുന്ന സമയത്തോ വെടിപൊട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ 6 മണിക്ക് ശേഷമോ കുട്ടികളെ കണ്ടില്ലെങ്കിൽ അമ്മമാർ അല്ലെങ്കിൽ മുത്തശ്ശിമാർ, സഹോദരിമാർ ദേഷ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനുണ്ടായിരുന്നു. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ പറയുന്നത്. അവ വൈകുന്നേരം വരെ കളിക്കാനുള്ള ആ ഒരു ചലനശേഷി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതൊരു കോമ്പൗണ്ടിനകത്ത് കുറച്ച് ആൾക്കാർ, കുറച്ച് സുഹൃത്തുക്കളിനകത്ത് ഇപ്പോൾ പലരും പറയുന്നത് വൈകുന്നേരം വന്നാലും സ്കൂൾ വിട്ട് വന്നാലും അവൻ റൂമിനകത്ത് അല്ലെങ്കിൽ അവൾ റൂമിനകത്ത് പഠിക്കലാണ്. ഭക്ഷണം പോലും കുറച്ചെന്തെങ്കിലും കഴിക്കും, അതിനനുസരിച്ച് പോകും. ഓടിച്ചാടി കളിക്കുന്ന രീതി ഇന്ന് കുറഞ്ഞു. അല്ലെങ്കിൽ ജിമ്മിന് പോകണം, അല്ലെങ്കിൽ ഇപ്പോൾ പല രീതിയിലുള്ള ടെൻറ്റുകൾ വെച്ചുകൊണ്ട് അതിനകത്ത് കളിക്കുന്ന ആൾക്കാരാണുള്ളത്. മിക്കവാറും പകുതിയോളം കുട്ടികൾ ഇന്ന് റൂമിനകത്ത് തന്നെ ഒതുങ്ങി കൂടുന്നത്. അപ്പോൾ നഷ്ടപ്പെടുന്ന ബാല്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരുമായിട്ടും നല്ല സൗഹൃദം പരിപാലിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ശ്രീരാമനെ നമുക്ക് പറഞ്ഞപ്പോൾ ശ്രീരാമൻ വാർദ്ധക്യമായിട്ടിരിക്കുന്ന ശീലവൃദ്ധന്മാരെയും വയോവൃദ്ധന്മാരെയും ജ്ഞാനവൃദ്ധന്മാരെയും നമുക്ക് സ്വീകരിക്കുന്നതായിട്ടും അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളായതുകൊണ്ടാണ് നോക്കിയൊക്കെ അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് തന്നെ ശ്രേഷ്ഠമായ അഭ്യസ്ത വിദ്യകൾ പഠിക്കാൻ സാധിച്ചു. യോഗവാസിഷ്ടം എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തെ നമുക്ക് പഠിക്കാൻ സാധിച്ച ശ്രീരാമചന്ദ്രനെ കാണാം. അസ്ത്രവിദ്യയിൽ തന്നെ ശ്രേഷ്ഠനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് കൗസല്യ മാതാവിൻ്റെ ഇത്തരത്തിൽ ആ ഒരു തപസ് നമുക്ക് കാണാൻ സാധിക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കിയാൽ ശകുന്തള ദുഷ്യന്തനോട് പറയുന്നുണ്ട്, ഭർത്താവിൻ്റെ ആത്മാവാണ് ഭാര്യയിൽ പുത്രരൂപേണ ജനിക്കുന്നത്. ആരാണ് ഭാര്യ? വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവളായിരിക്കണം, സന്താനങ്ങളെ തരുന്നവളായിരിക്കണം, ഭർത്താവിനെ പ്രാണനായിട്ടും കരുതുന്നവളായിരിക്കണം. ഭാര്യ പതിവ്രതയാണ്, ഭർത്താവിൻ്റെ പാതിയാണ് ഭാര്യ എന്നൊക്കെ ധർമ്മകാമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ദുഷ്യന്തനോട് പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം. അപ്പോൾ അതേപോലെ തന്നെ തിരിച്ച് ഭർത്താവും ആയിരിക്കണം. സംസാരത്തിൻ്റെ മറുകര എത്തിക്കുന്ന ആളാണ് ഭാര്യ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കർമ്മത്തിൽ നിരതരായിരിക്കുക, ഗൃഹസ്ഥന്മാർക്ക് ആനന്ദം, ഐശ്വര്യം, ജീവിതം, അതിനുള്ള പ്രിയകരമായ കാര്യങ്ങൾ ചെയ്യുക. ധർമ്മനിർവഹണത്തിൽ ഭാര്യ പിതാവാണ് എന്നുകൂടി പറയുന്നു. ദുഃഖ നിവാരണത്തിൽ മാതാവാണ്. ചിന്തിക്കണേ, ധർമ്മനിർവഹണത്തിൽ പിതാവിൻ്റെ സ്ഥാനത്താണ് ഭാര്യയെ കാണുന്നത്. ദുഃഖ നിവാരണത്തിൽ മാതാവാണ്. സഞ്ചാരിക്ക് കാട്ടിൽ പോലും ഭാര്യ മാതാവായിട്ട് ആശ്വാസം അരുളുന്നവളായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ സ്ത്രീകളെ മാത്രമായിട്ട് എടുത്തു പറയല്ല, അവരുടെ കർത്തവ്യബോധത്തെ നമുക്ക് ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് വീട്ടിൽ വന്ന് ശാസിക്കുന്ന സമയത്ത് അമ്മമാർ നമ്മളോട് പറയാറുണ്ട്, എന്തെങ്കിലും പറയാനുള്ള സമയത്ത്, ചീത്ത പറയുന്ന സമയത്ത് മുഖം മറിച്ച് അങ്ങോട്ട് പോകരുത്, മുഖത്ത് നോക്കി സംസാരിക്കാൻ പഠിക്കണം. അപ്പോൾ നമ്മുടെ കണ്ണുകൾ നോക്കി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ തെറ്റുകളാണ് പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് ആ കണ്ണുകൾ
മനസ്സിലാക്കി തരും ഇവൻ പറയുന്നത് അല്ലെങ്കിൽ ഇവൾ പറയുന്നത് കള്ളത്തരമാണ്, അല്ലേ? പണ്ട് വീട്ടിൽ പെൺകുട്ടികൾ വൈകുന്നേരത്ത് വന്നാൽ വൈകുന്നേരത്ത് കയ്യും കാലും മുഖമൊക്കെ കഴുകി അതിനുശേഷം ചായയോ എന്തെങ്കിലും കൊടുത്ത് അവരെ പിടിച്ച് അമ്മമാർ മടിയിലിരുത്തി അല്ലെങ്കിൽ മുന്നിലിരുത്തി നെറ്റി തൊട്ട് ഇങ്ങോട്ട് മുടി വാരുന്ന ഒരു പരിപാടി. ആ സമയത്ത് വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അതിനു പുറമെ സ്കൂളിലെ കാര്യങ്ങൾ പറയും. അപ്പോൾ ആ കുട്ടി പറയും, എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ടായി, ഇന്ന ടീച്ചർ എന്നെ തല്ലി, ഇന്ന കാര്യം ചെയ്തപ്പോൾ എനിക്ക് വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ആ അമ്മ തലയ്ക്കൊരു കിണുക്ക് കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഇന്ന് കുട്ടികളെ തല്ലുന്ന അമ്മമാരില്ല എന്ന് കുറവാണ്. ഇല്ല എന്ന് ഞാൻ പരിപൂർണമായിട്ട് പറയാൻ സാധിക്കില്ല, എങ്കിലും അത് പൂർണ്ണതലത്തിലേക്ക് ഏറ്റെടുക്കാൻ കാരണം അവർ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമമാവുന്നുണ്ട്. അവർക്ക് അമ്മ പറയുന്നത് എത്രത്തോളം വിഷമമുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ തിരിച്ച് അമ്മയോട് വേദനിക്കുന്ന രീതിയിൽ മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് ദുഃഖം സഹിക്കാൻ പറ്റാത്ത ഒരുപാട് അമ്മമാരെ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് വഴിതെറ്റി കാട്ടിലകപ്പെട്ടു പോയാലും അവിടെ നിന്നും അമ്മേ എന്നുള്ള വിളിയിലൂടെ അല്ലെങ്കിൽ ആ അമ്മയുടെ മാർഗനിർദ്ദേശത്തിലൂടെ നമുക്ക് തിരിച്ച് രക്ഷപ്പെടാനുള്ള മാർഗം കിട്ടുമെന്നൊക്കെ വിശ്വസിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ഇന്ന് വാർദ്ധക്യം ഉള്ള ആൾക്കാരെ നമുക്ക് ചിന്തിക്കാനോ പറയാനോ സംസാരിക്കാനോ സമയമില്ലാത്ത ആൾക്കാർ, വയസ്സായ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ പോലും ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവരൊക്കെ വയസ്സായില്ല, ഇനിയിപ്പോൾ അവരുടെ വാക്കൊന്നും കേൾക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഇവിടെയും നമുക്ക് നോക്കിയാൽ കൗസല്യ മാതാവിൻ്റെ ജീവചരിത്രത്തിൽ നമുക്ക് നോക്കുമ്പോൾ ആ മാതാവ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. തൻ്റെ പുത്രനെ യുവരാജാവായിട്ട് വാഴിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. ഞാൻ കുട്ടിക്കാലത്തൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചു. ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനൊക്കെ വളർന്നു വരുന്ന സാഹചര്യം. ഞാനിപ്പോൾ കൗസല്യയുടെ കാര്യമാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ കൗസല്യ മാതാവ് തൻ്റെ രാജപത്നി എന്നുള്ള അധികാരത്തോടു കൂടി ജീവിക്കുന്ന സമയത്ത് അവിടെ ശ്രീരാമൻ വനവാസത്തിലേക്ക് പോകാൻ നിർദ്ദേശിക്കുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ 2 മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഒന്ന് ചിന്തിക്കുക, ഒരു ദിവസം അയോധ്യ മുഴുവൻ അതിഗംഭീരമായ കൊടിതോരണങ്ങളൊക്കെ നിവർന്നു വന്നു. ആ സമയത്താണ് യുവരാജാവായിട്ട് ശ്രീരാമനെ വാഴിക്കുന്നു എന്ന് മനസ്സിലാവുന്നത്. അതീവ സന്തോഷത്തിൽ തൻ്റെ അമ്മ അല്ലെങ്കിൽ ശ്രീരാമൻ്റെ അമ്മ അവിടെ സന്തോഷവതിയായി ലക്ഷ്മി പൂജ നടത്തുന്നു. ആ ദേവീ പൂജ നടത്തുന്ന ആ അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? ഇപ്പോഴും നമ്മുടെ അമ്മമാർ അങ്ങനെ തന്നെയാണ്, കൗസല്യ മാതാവിനെ പോലെ തന്നെയാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും, ഇപ്പോൾ ഇന്ന് പോലും എനിക്ക് ഒരമ്മ വിളിച്ച് പറഞ്ഞു, എൻ്റെ പേരക്കുട്ടിക്ക് ജോലി സാധ്യത്തിന് വേണ്ടി ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു, ആ പ്രാർത്ഥന ഇന്ന് ഫലിച്ചു, അതുകൊണ്ട് ഗണപതി ഹോമം ചെയ്യണം എന്ന് പറഞ്ഞ് ആ അമ്മ വിളിച്ചു പറയണ്ടായി. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ കൗസല്യ മാതാവ്. അതേപോലെ കുട്ടികളുടെ വിവാഹ കാര്യങ്ങൾ, സന്താന കാര്യങ്ങൾക്ക് അമ്മമാർ ഏറ്റവും കൂടുതൽ ഈശ്വര ഭജനത്തിലേക്ക് കയറുന്നു. അപ്പോൾ ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം എന്നൊക്കെ നമ്മൾ വിഭാഗങ്ങൾ ഗണിച്ചിട്ടുണ്ടെങ്കിലും നാമജപത്തിൽ ഏറ്റവും കൂടുതൽ അതായത് അമ്മമാരാണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മാതൃസമിതികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൗസല്യ മാതാവ് തൻ്റെ ശ്രീരാമന് വേണ്ടി ദിവസേന പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ആ രാജ്യം. അങ്ങനെ യുവരാജാവായിട്ട് വാഴിക്കാൻ വേണ്ടി തയ്യാറാവുന്ന സമയത്താണ് ശ്രീരാമചന്ദ്രൻ അവിടെ വരുന്നത് കൗസല്യ മാതാവിനെ കാണാനായിട്ട്. അപ്പോഴാണ് ഇവിടെ മകനെ കാണുന്ന സമയത്ത്, ശ്രീരാമനെ കാണുന്ന സമയത്ത്
കൗസല്യ മാതാവ് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഭക്ഷണം വല്ലതും കഴിക്കാഞ്ഞിട്ടാണോ, അല്ല ശരീരം വിശക്കുന്നുണ്ടോ എന്ന വാത്സല്യമായിട്ട് അമ്മ മകൻ്റെ മുഖം കണ്ടുകൊണ്ട് ചോദിക്കുന്ന വരികൾ അധ്യാത്മരാമായണത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ശ്രീരാമൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമാരണ്യം ആരണ്യവാസത്തിന് പോകേണം. ഒന്ന് ചിന്തിക്കും. അതായത് ഇന്നലെ ഞാൻ സന്തോഷിച്ചത്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ സന്തോഷിച്ചത് എന്തിൻ്റെ പേരിലായിരുന്നു? നാളെ പട്ടാഭിഷേകം നടക്കുന്ന രാജ്യത്തെ ഓർത്തുകൊണ്ടാണ്. പക്ഷേ ഒരു ദിവസം കൊണ്ട് അത് മാറ്റിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്ക് അതിനൊന്നും സമയമില്ല, ഇപ്പോൾ തന്നെ ഞാൻ വനവാസത്തിന് പോകണമെന്ന് അരുൾപ്പാട് ചെയ്തിട്ടുണ്ട്. മുൾപ്പാടു കേകയ പുത്രിയ അമ്മയ്ക്ക് മൽപിത 2 വരം കൊടുത്തിടിനാൽ. ഞാൻ നേരത്തെ പറഞ്ഞു, കൈകേയിക്ക് 2 വരം കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ആ 2 വരം ചോദിക്കുന്ന ആ സന്ദർഭം കൂടിയാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത്. ആ സമയത്ത് കൈകേയി വരം ചോദിച്ചത് തൻ്റെ മകനെ രാജാധികാരം കൊടുക്കുകയും 14 വർഷം ശ്രീരാമനെ വനവാസത്തിലേക്ക് അയക്കുകയും എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് തീരെ സമയമില്ല, അതുകൊണ്ട് ഞാൻ വനവാസത്തിന് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവാൻ പിന്നെ ഞാൻ വൈകാതെ, സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവേ. ആ മാതാവിനോട് അദ്ദേഹം പറയുന്ന വാക്കുകൾ, ശ്രീരാമൻ പറയുന്നത്, ഞാൻ എത്രയും പെട്ടെന്ന് വനവാസത്തിന് പോയിട്ട് വനവാസം കഴിഞ്ഞ് തിരിച്ചു വരാം എന്ന്. ആ സമയത്ത് മനസ്സിൽ ഒരു സന്താപങ്ങളും ദുഃഖങ്ങളും ഇല്ലാതിരിക്കണം അമ്മേ എന്ന് പറഞ്ഞ് അഭിഷേക വിഘ്നം നടന്നപ്പോൾ കൗസല്യ മാതാവിനെ കാണുന്ന ശ്രീരാമൻ അവിടെ അമ്മയെ നമസ്കരിക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് അമ്മ വളരെയധികം വിഷമത്തോടു കൂടിയാണ് ആ ശ്രീരാമനെ ദണ്ഡകാരുണ്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശ്രീരാമൻ നമുക്ക് ഒരു മാതൃകാ പുരുഷനായി മാറണം. ഏത് സന്ദർഭത്തിലും നമുക്ക് എന്തുണ്ടാവാൻ പാടില്ല? വിഷമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ആ വാക്കുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നു. പക്ഷേ കൗസല്യയും അതേപോലെ വിഷമത്തോടു കൂടിയാണ്. പക്ഷേ ആ കൗസല്യ മാതാവ് തന്നെ ഭരതൻ തൻ്റെ മുന്നിലേക്ക്, അതായത് വനവാസത്തിലേക്ക് പോയ ശ്രീരാമചന്ദ്രൻ പോയതിന് ശേഷം ഭരതൻ കൗസല്യ മാതാവിനെ കാണാൻ വരുന്നുണ്ട്. ആ സമയത്ത് ഭരതൻ ശാപവാക്കുകളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വിഷമത്തിൻ്റെ വാക്കുകളാണ് കൗസല്യ മാതാവ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരമ്മയുടെ ദുഃഖം ആരോടൊക്കെയാണ് കാണിക്കുക? ആർക്കാണോ കാമമോഹിതമായ താല്പര്യത്തിന് അവർ അമ്മയെ കരുവാക്കിയത്, അല്ലെങ്കിൽ അമ്മയുടെ മക്കളെ കരുവാക്കിയത്, അതിനനുസരിച്ച് അവരുടെ മക്കളോട് കാണിക്കുന്ന ഒരു പ്രീതിയില്ലാത്ത വാക്കുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ദശരഥൻ നമുക്ക് അവിടെ ഇല്ലാതാവുന്ന, അല്ലെങ്കിൽ ദശരഥൻ മരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നിന്നും ഭരതൻ ഓടിയെത്തുന്ന ആ കൊട്ടാരത്തിൽ, വിചിന്നമായി കിടക്കുന്ന കൊട്ടാരം, എല്ലാവരും ദുഃഖപൂർണമായിട്ട് കിടക്കുന്ന കൊട്ടാരം, അവിടെ കൈകേയി മാതാവ് സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇരുത്തുന്ന സമയത്ത് നേരെ കൗസല്യ മാതാവിൻ്റെ അടുത്തേക്ക് പോകുന്ന ഭരതനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആരും ഒന്നും ചോദിച്ചാൽ പറയാൻ സാധിക്കുന്ന രീതിയിലല്ല. അവിടെ നിന്നും നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ആ ഭരതനോട് പറയുന്നു അമ്മ വിഷമിച്ചുകൊണ്ട്, നിനക്ക് രാജ്യഭാരത്തിന് എൻ്റെ മകനെ വനവാസത്തിന് ആരണ്യകാണ്ഡത്തിലേക്ക്, അല്ലെങ്കിൽ ആരണ്യത്തിലേക്ക് പറഞ്ഞയച്ചു, വനവാസത്തിലേക്ക്, കാടിലേക്ക് പറഞ്ഞയച്ച നിൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ട്. നിനക്ക് രാജ്യം അനുഭവിക്കാനാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കൗസല്യ മാതാവിൻ്റെ വേദന, വിഷമം പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഭരതൻ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരെയും. ആ സമയത്ത് കൈകേയി മാതാവിനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്.
കാട്ടിലേക്ക് രാമനെ പോയി തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ അയോധ്യാവാസികളോടൊപ്പം തൻ്റെ അമ്മമാരോടൊപ്പം ഭരതൻ പോകാൻ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ കൗസല്യ മാതാവിനെയാണ് അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ വസിഷ്ഠൻ പറഞ്ഞിട്ടാണ് ഭരതൻ വീണ്ടും എന്ത് ചെയ്യുന്നത്? കൈകേയിയെയും കൊണ്ടുപോകുന്നത്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കാം, ആ ഇച്ഛാശക്തി എത്രയധികം ശ്രേഷ്ഠമായിട്ട് നമുക്ക് കൗസല്യ മാതാവിലൂടെ കാണാൻ സാധിക്കും. ആ തപശക്തി നമുക്ക് എത്രയധികം കൂടുതൽ നമുക്ക് കൗസല്യ മാതാവിലൂടെ കാണാം. അപ്പോൾ ഓരോ അമ്മമാരും ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കണം. തൻ്റെ മക്കൾ ഇന്ന ലോകത്ത് ഇന്ന വ്യക്തിയായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിട്ട് ശ്രേഷ്ഠരായിട്ട് ചെയ്യാൻ സാധിക്കണം. പാലക്കാടിൻ്റെ ഒരു പൈതൃകത്തെ പഠിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പണ്ഡിറ്റ് ഗോപാലൻ നായരെ കുറിച്ച്. അതേപോലെയുള്ള മഹാപണ്ഡിതനെ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ മള്ളിയൂർ തിരുമേനിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. മള്ളിയൂർ നമ്മളെല്ലാവരും പോയിട്ടുണ്ടാവും. അവിടെ മള്ളിയൂർ ഗണപതിയെ നമുക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ആ ഗണപതിയെ, കൃഷ്ണനെ താലോലിക്കുന്ന ആ ഒരു ഗണപതി, മള്ളിയൂർ ഗണപതിയെ നമുക്ക് ഏറ്റവും കൂടുതൽ ഭാഗവത ഹംസം എന്ന പേരിലേക്ക് മള്ളിയൂർ തിരുമേനി നമുക്ക് അറിയാൻ സാധിക്കും. ആ തിരുമേനി പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് 18 തവണ അന്ന് കാലത്ത് ഭാഗവത പ്രഭാഷണം ചെയ്തിരുന്നു, ഭാഗവത സപ്താഹം നടത്തിയിരുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഒന്ന് ചിന്തിക്കാം. പണ്ഡിറ്റ് ഗോപാലൻ നായർ എഴുതിയ വ്യാഖ്യാനം ഒറ്റപ്പാലത്തുള്ള ഒരു ഹാർഡ്വെയർ ഷോപ്പ് അത് പരിപാലനം ചെയ്തിരുന്ന വ്യക്തിയാണ് ഗുരുവായൂർക്ക് സമർപ്പിച്ച് അത് പ്രിൻറ്റിംഗ് രൂപത്തിലാക്കി ഇന്ന് നമ്മുടെ കൈകളിലേക്ക് 8 വോളിയം പുസ്തകമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ ജീവിച്ചിരുന്ന ഭൂമിയാണ് ഏത്? നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഭൂമി. അപ്പോൾ അവരുടേതായ വാത്സല്യവും സൗഹൃദവും സ്നേഹവും തപസ്സുമെല്ലാം നമുക്ക് കിട്ടാനാണ് അമ്മ നമുക്ക് പ്രാർത്ഥിച്ചു തരുന്നത്, അല്ലേ? ആ അമ്മയിലൂടെയാണ് നമ്മൾ ഗുരുക്കന്മാരെ അറിയുന്നത്, അല്ലേ? ആദ്യത്തെ ഗുരു എന്നുള്ള സങ്കല്പവും ആദ്യത്തെ ദൈവം എന്നുള്ള സങ്കല്പവും മാതൃദേവോ ഭവ എന്നുള്ള വാക്കാണ്. അങ്ങനെയുള്ള കൗസല്യ മാതാവിനെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ കൈകേയി മാതാവിനെ നമുക്ക് പ്രദാനം ചെയ്തപ്പോൾ ആ കൈകേയി മാതാവ് ശ്രീരാമനെ ഇത്രയും അധികം സ്നേഹിച്ച ഒരു കൈകേയി മാതാവിനെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? ശ്രീരാമനാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ ആ ഒരു, അല്ലെങ്കിൽ എന്നെ ഇത്രയും അധികം ഉയർത്തുക. ശ്രീരാമനും തിരിച്ച് കൈകേയി മാതാവിനോട് വാത്സല്യക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലേ? ആ സമയത്താണ് യുവരാജ പട്ടാഭിഷേകത്തിലേക്ക് ദശരഥൻ എല്ലാ രാജ്യങ്ങളിലേക്കും സാമന്ത രാജാക്കന്മാരോടെല്ലാം ചെന്ന് പറയാൻ പറയുന്നു. പക്ഷെ എല്ലാവരുടെയും മെസ്സേജ് കൊടുത്തു. അവിടെ പറയുന്നു, പത്നിമാരോട് ഞാൻ പറഞ്ഞുകൊള്ളാമെന്ന്. ആ പത്നിമാരോട് പറയാൻ കുറച്ച് വൈകിയപ്പോൾ അവിടെ നിന്നും മന്ദര എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് കാണാൻ സാധിച്ചു. നമുക്ക് ചിത്രരൂപീകരണത്തിൽ നമുക്ക് കാണുമ്പോൾ ഒരു കൂനുള്ള ഒരു വടികുത്തി നടന്ന വയോവൃദ്ധ, ആ വയോവൃദ്ധ, ആ കൊട്ടാരം വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് 100 പടികളുണ്ട് എന്നാണ്. ആ 100 പടികൾ കയറി മുകളിലേക്ക് ചെന്നപ്പോൾ അവിടെ അയോധ്യ രാജ്യം മുഴുവൻ കാണാൻ സാധിക്കുമായിരുന്നു. ആ അയോധ്യ രാജ്യത്ത് ഗംഭീരമായ കൊടിതോരണങ്ങൾ നടക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് അടുത്തുള്ള ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നാളെ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകമാണ്. ആ സമയത്ത് ഭരതൻ പോലും നാട്ടിലില്ല. അപ്പം അത് കേട്ട ഉടനെ തിരിച്ച് അതേ സ്റ്റെപ്പുകൾ ഓടിയിറങ്ങുകയാണ്. ആ കൂനുള്ള സ്ത്രീ എത്രയും പെട്ടെന്ന് താഴത്ത് വന്ന് തൻ്റെ യജമാനനെ ധരിപ്പിക്കുക എന്നുള്ള ദൗത്യത്തോടുകൂടി ആര് വരുന്നു? മന്ദരാദേവി. ആ മന്ദര വന്ന് പറയുകയാണ്, നാളെ ശ്രീരാമന് യുവരാജ പട്ടാഭിഷേകം നടക്കുകയാണ് എന്ന്, സന്തോഷ വാർത്തയാണ് എന്ന് കരുതി കൈകേയി തൻ്റെ കഴുത്തിലെ സ്വർണമാലയെ എടുത്ത് കയ്യിൽ മന്ദരയുടെ കൈകളിൽ കൊടുക്കുന്നു. അവിടെയുള്ള ഒരു വാക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള
ഒരു വാക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ചീ മൂടെ എന്ന് പറഞ്ഞ് ആ സ്വർണ്ണ ആഭരണത്തെ പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് ഒന്ന് നമ്മൾ ചിന്തിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, തൻ്റെ വീട്ടിൽ ഭക്ഷണം വയ്ക്കാൻ പോയ വീട്ടിലെ യജമാനിൽ നിന്നും എത്രയധികം സമ്പത്ത് സ്വരൂപിക്കാമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ജോലിക്കാരി ഇവിടെയുള്ള മന്ദരയെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ മന്ദര പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലയോ കൈകേയി, നിനക്ക് തെറ്റുപറ്റി. കാരണം നീ വിവാഹം ചെയ്ത് കന്യകാശുൽക്കത്തിലേക്ക് വന്നപ്പോൾ നിന്റെ പുത്രനെ രാജാവാക്കാമെന്ന് ദശരഥൻ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നിന്നോട് പോലും ചോദിക്കാതെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനമെടുത്തത് അല്ലേ? അപ്പോൾ കന്യകാശുൽക്കത്തിന് വിലയില്ലാതായി. പിന്നെയോ തൻ്റെ ജീവിതത്തിൽ ഭരതനെ രാജാവാക്കുമെന്നുള്ള, ഭരതൻ രാജാവായാൽ നീ മാതാവാണ്. നേരെ മറിച്ച് ശ്രീരാമൻ രാജാവായാൽ ആരാണ് രാജമാതാവ്? കൗസല്യ മാതാവാണ് രാജമാതാവ്. കൗസല്യ മാതാവിൻ്റെ ദാസിപ്പണി ചെയ്യേണ്ട ആളായി മാറും. ചിന്തിക്കാം. ഇപ്പോൾ നടക്കുന്ന ഒരുപാട് അനീതി പ്രവർത്തനങ്ങൾ മന്ത്രിയുടെ വാക്കുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. എങ്ങനെ ഒരാളെ തളർത്തി, എങ്ങനെ ഒരാളെ മോശക്കാരനാക്കി, എങ്ങനെ മറ്റൊരാളെ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ള മന്ത്രിയുടെ ഉപഭോഗ സംസ്കാരത്തെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയും ഇതിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം, മന്ദര കൈകേയിയോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്തുണ്ടായത്? ശ്രീരാമൻ ക്ഷിപ്രപ്രസാദനായിട്ട്, അല്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ, ക്ഷിപ്രപ്രസാദനല്ല, ക്ഷിപ്രവേഗേന വനവാസത്തിലേക്ക് പോകുന്നത്. ചിന്തിക്കാം. അടുത്ത ദിവസം തന്നെ പോകാൻ തയ്യാറായത്. അവിടെയും മന്ദര പറഞ്ഞു കൊടുക്കുന്നു കൈകേയി മാതാവിനോട്, നീ ക്രോധാലയത്തിൽ ചെന്ന് കിടക്കണം. അവിടെ നിന്നും ദശരഥൻ വരുന്ന സമയത്ത് പല വാഗ്ദാനങ്ങളും നിനക്ക് തരും. ആ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാതെ, നീ തല ഉയർത്താതെ, എങ്ങനെയാണോ ഒരു നാഗം ചുരുണ്ട് കിടക്കുന്നത് അതുപോലെ കിടക്കണം, കറുത്ത വസ്ത്രം ധരിക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്താൽ നാളെ ശ്രീരാമനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രീരാമനാൽ സത്യം ചെയ്യുന്ന സമയത്തെ നീ തല ഉയർത്തി കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. പറയുന്ന സമയത്ത് നീ പണ്ട് കൊടുത്ത 2 വരങ്ങളെ അവിടെ നീ സാധിച്ചെടുക്കണം. ആദ്യത്തെ വരം ഇങ്ങനെ ആവണം, ഭരതനെ രാജാവാക്കണം. ശ്രീരാമചന്ദ്രനെ 14 വർഷത്തേക്ക് വനവാസത്തിൽ പോകണം അല്ലേ? ഒരു രാജ്യത്ത് നിന്നും 14 വർഷം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്നും 14 വർഷം വിട്ടു നിന്ന ഒരാൾക്ക് പിന്നീട് ആ വീട്ടിലേക്ക് വന്ന് അവകാശം സ്വരൂപിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് ആര് പറഞ്ഞു തന്ന വാക്കാണ്? മന്ദരയോടെ നമ്മൾ കേട്ട വാക്കുകളാണ്. അപ്പോൾ ഇങ്ങനെ മന്ദര പറഞ്ഞു കൊടുത്തത് കൊണ്ട് അവിടെ ഉടനെ ദശരഥൻ ക്രോധാലയത്തിലേക്ക് എത്തുന്നു. ആ സമയത്ത് ചുരുണ്ട് കിടക്കുന്ന കൈകേയിയുടെ മുന്നിൽ വന്ന് എന്ത് പറ്റി വിഷമിച്ചു കൊണ്ടിരിക്കാൻ, ദുഃഖിതയായിരിക്കാൻ എന്നെല്ലാം ചോദിച്ച് അവിടെ ദശരഥൻ പറയാൻ പാടാത്ത കുറേ കാര്യങ്ങൾ. എങ്ങാനും നമ്മളിപ്പോൾ പറയില്ലേ, അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അടച്ച ആള്, കുറ്റകൃത്യങ്ങൾ ചെയ്ത ആള് കുറ്റവിമുക്തനാക്കണമെന്ന് നീ പറയുകയാണെങ്കിൽ, കുറ്റം ചെയ്ത ആള് കുറ്റവിമുക്തനാക്കണമെന്ന് നീ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അല്ല, കുറ്റം ചെയ്യാത്ത ഒരാളെ ഞാൻ ജയിലിലേക്ക് അടയ്ക്കണമെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാണ് എന്നെല്ലാം പറഞ്ഞ് അവിടെ നിൽക്കുമ്പോഴാണ് ആ കൈകേയി അവിടെ തൻ്റെ സ്വഭാവത്തെ നമുക്ക് കാണാൻ സാധിക്കും. മന്ദരയിലൂടെ നമുക്ക് കൈകേയിലൂടെ മാറ്റം വരുത്തുന്ന ഒരു ഭാഗം നമുക്ക് ചിന്തിക്കാം. അപ്പോൾ കൈകേയി മാതാവിനെയും കൗസല്യ മാതാവിനെയും നമുക്ക് ഒരു ചിന്തനം ഇതിലൂടെ മനസ്സിലാക്കണം.